സ്നേഹത്തിൻ പൂഞ്ചോലത്തീരത്തിൽ നാം എത്തും നേരം. ഓലത്തുമ്പത്തിരുന്നൂയലാടും ചെല്ലം ചെല്ലം എന്നൊക്കെ നമ്മൾ കുട്ടികളെ വിളിക്കുന്നതാണല്ലോ. അപ്പൊ ആ പൈങ്കിളിന്നായാലും കുട്ടിത്തത്തിന്റെ സ്വഭാവങ്ങളാണ്. ഈ ഓലത്തുമ്പത്തിരിക്കുന്ന ഈ കിളികളെ നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു മൂടും ഈ അദ്ദേഹം എഴുതിയിട്ടുള്ള കുട്ടിപ്പാട്ടുകളിൽ എല്ലാം ഉണ്ടാകും. കൗതുകം, വാത്സല്യം, കളി, ഇത്തരത്തിലുള്ള ഓമനത, എല്ലാ കുട്ടിപ്പാട്ട് എടുത്ത് നോക്കിയാൽ അറിയാം. നർമ്മസന്ദർഭ പാട്ടുകളിൽ ബിജു തിരുമലയുടെ അത്രയും പെർഫോം ചെയ്ത ഒരാളില്ല. അത്രയും അത് മാത്രല്ല ഈ ഉന്നം മറന്നുള്ള പാട്ടല്ലേ ഈ യുവാക്കളാണല്ലോ. ആ യുവാക്കളുടെ ഇപ്പൊ ആ 4 ക്യാരക്ടറുകൾ ആലോചിക്കുക. അപ്പൊ അതുപോലെ ഈ തെന്നിപ്പറക്കാന്നുള്ള ഉപയോഗിക്കുന്നത്. ഗോൾഫാദറിൽ ഈ ആനപ്പാറയില് അമ്മയാണ് അതിനകത്തെ പ്രധാന ഫിലോമിന നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിരുന്ന സീൻ. അപ്പൊ അവിടെ ആനപ്പാറയിൽ അച്ചമ്മയ്ക്കും കൊച്ചമ്മയ്ക്കും കാവൽപ്പെട്ടാളും കണ്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ആ സിനിമയുടെ മൊത്തം കൂടെ ആ പാട്ടിലേക്ക് വരികയല്ലേ. അപ്പൊ നമുക്കറിയാം ആനപ്പാറയിൽ അമ്മച്ചി വലിയ ആളാണ്, സംഭവമാണെന്ന് അറിയാം. അത് ആ പാട്ടിലേക്ക് അദ്ദേഹം പണിയായിട്ട് തലമുറകളെ ആസ്വാദനത്തിന്റെ ഓലത്തുമ്പത്തിരുത്തി ജനസഹസ്രങ്ങളെ സ്നേഹത്തിൻ പൂഞ്ചോലിലെത്തിച്ച ബിജു തിരുമല യാത്രയായിരിക്കുകയാണ്. ബിജു തിരുമലയുടെ ഗാനങ്ങളെക്കുറിച്ചും കവിതകളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് എഴുത്തുകാരിയും സിനിമാ നിരൂപകയും അധ്യാപികയുമായ അനു പാപ്പച്ചനാണ്. അനു പാപ്പച്ചനോട് നമുക്ക് സംസാരിക്കും. സ്വാഗതം മാഡം. ബിജു തിരുമലയെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്റെ കാലഘട്ടത്തിൽ 90കളിലും അല്ലെങ്കിൽ 80കളിലൊക്കെ മ്യൂസിക് ഇട്ടിട്ട് പാട്ട് എഴുതുന്നു എന്നുള്ളൊരു പ്രവണത തുടങ്ങിയത് ആ കാലഘട്ടത്തിലാണ്. ഇത് ഏറ്റവും കൂടുതൽ ഇതിലും മുന്നിൽ നിൽക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി ബിജു തിരുമലയാണ്. മ്യൂസിക് ഇട്ട് ബിജു തിരുമല തന്നെ പറഞ്ഞിട്ടുണ്ട്, മ്യൂസിക് ഇട്ടിട്ട് പല പാട്ടുകൾ പല ട്യൂണുകളും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ അവാർഡ് കിട്ടിയ അദ്ദേഹത്തിന് ആദ്യത്തെ അവാർഡ് കിട്ടിയ ഒറ്റക്കമ്പി നാദം എന്ന പാട്ട് ഒരു കൊതുകിന്റെ മൂളിൽ നിന്നാണ് തനിക്ക് ഉണ്ടായിരുന്നത്. എത്രത്തോളം വിശ്വസനീയമാണ് ഇത്? ഇങ്ങനെ മ്യൂസിക് എഴുതാൻ ശ്രമിക്കുക, പക്ഷെ ഒരു കൊതുകിൽ നിന്നൊക്കെ ഒരാൾക്ക് ഇത്രയും മനോഹരമായ ഗാനം സംസ്ഥാന അവാർഡ് കിട്ടി. ആദ്യ സംസ്ഥാന അവാർഡ് 82 സിനിമ മേളത്തിന്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് പാട്ടിനെ കുറിച്ച് നല്ല ഗ്രാഹ്യം ഉണ്ടായിരുന്നു. അതായത് ഈണത്തെ കുറിച്ചും പാട്ടിനെ കുറിച്ചും നന്നായി പാട്ടറിയുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈണവും താളബോധവും ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കൊതുക, പാറ്റ് അല്ലെങ്കിൽ ഏത് ജീവിയായാലും അതിന്റെ ശബ്ദം, അതിന്റെ താളത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഈ വിന്യാസങ്ങളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹത്തിന് ധാരണയുണ്ട്. അതുകൊണ്ട് അതിനൊരു അതിശയോക്തിയായിട്ട് കാണുന്നൊന്നും ഉണ്ടാവില്ല. എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള താളവും സംഗീതവും ഉണ്ടല്ലോ, പ്രകൃതിയിൽ ഓരോന്നിനുണ്ട്. പിന്നെ അതൊരു പാട്ടിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു പാട്ടിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള വെറുതെ മൂളല് മാത്രമല്ലല്ലോ, വാക്കുകൾ അവിടെ കൃത്യമായിട്ട് ചേർക്കണമല്ലോ. ഇപ്പൊ ഈ ഒറ്റക്കമ്പി ഒരു മന്ത്രസ്ഥായിലുള്ള ഒരു പാട്ടാണ്. അപ്പൊ ആ പാട്ടിന്റെ ഈണത്തിനനുസരിച്ചിട്ടുള്ള വാക്കുകൾ തന്നെയാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ഈ പാട്ടിന്റെ ഈണം ഉണ്ടായിരിക്കും ചിലപ്പോ അതിനൊരു അതിശയോക്തിയായിട്ടൊക്കെ പറയുന്നതായിരിക്കും. പക്ഷെ അതിനുണ്ട് ഒരു താളം എന്നാണ് ഞാൻ പറയുന്നത്. ആ കൊതുകിന്റെ മൂളലിന് പോലും ഇപ്പൊ നമ്മൾ അതിന് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മള് പറയുന്നത് എന്തുകൊണ്ട് അത് ആ ഈണത്തിൽ തന്നെയാണ് അത് വരുന്നത്. എല്ലാവരും അതിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ആ ശബ്ദം തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ അതിനൊരു താളം ഉണ്ട്. അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. ഓരോന്നിനും ഓരോ താളം ഉണ്ട്. അപ്പൊ ആ താളം ചിലപ്പോൾ ഇൻസ്പിറേഷൻ ആയെന്നായിരിക്കും അദ്ദേഹം പറയുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മള് അദ്ദേഹത്തിന്റെ കവിതകൾ, എഴുത്തുകൾ നോക്കുന്ന സമയത്ത് നല്ല ഈണവും നല്ല താളബോധവും അറിയുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് മീറ്ററിന് പാട്ട് എഴുതുക എന്ന് പറയുമ്പോൾ ഈ നമ്മള് വരികൾ എഴുതി ട്യൂൺ ചെയ്യുന്നത് പോലെയല്ല. ട്യൂണിൽ നമ്മൾ വാക്ക് വെക്കുമ്പോ ആ വാക്ക് കൃത്യമായിട്ട് ഫിറ്റ് ആയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇപ്പൊ ഞാനൊക്കെ ട്രഡീഷണൽ ക്രിക്കറ്റിന്റെ ആൾക്കാരാണ്. പുതിയ 20T20 വരുമ്പോൾ ഞാൻ അതിനെ യോജിക്കാറുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ഇട്ട് എഴുതുന്നതാണോ പാട്ട് എഴുതുന്നതാണോ അതോ പാട്ട് എഴുതി മ്യൂസിക് ഇടുന്നല്ല സത്യസന്ധം? പാട്ട് എഴുതി മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ആത്മാവ് ഉണ്ടാവും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ കൊമേഴ്സ്യൽ ഇൻഡസ്ട്രിയിൽ, കച്ചവട സിനിമയില് ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ ഏറ്റവും സൂപ്പർ ഹിറ്റ് ആവുന്നത് ട്യൂണാണല്ലോ ആദ്യം ഹിറ്റ് ആവുന്നത്. ആ ട്യൂണാണ് അതിന്റെ ഇൻസ്ട്രുമെന്റ്സിന്റെ പലതരം ബഹളങ്ങളും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വരിയെ കുറിച്ചിട്ട് ആലോചിക്കുന്നത് പോലും ഉള്ളൂ. പക്ഷെ വ്യക്തിപരമായിട്ടൊരു പാട്ട്
പാട്ടിനെ ആസ്വദിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ട്യൂൺ എഴുതി അല്ലാതെ ആദ്യം വരി എഴുതുന്ന പാട്ട് അതിമനോഹരമായി. ഇപ്പൊ അൻവറലിയുടെയൊക്കെ പാട്ടുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പൊ റഫീഖ് അഹമ്മദിന്റെയും ഹരിനാരായണന്റെയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതായത് ട്യൂൺ കിട്ടിയിട്ട് എഴുതുന്നതും എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നതും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ആത്മാവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് ചിലരായിട്ടുള്ള സൗഹൃദ സംഭാഷണങ്ങളിലൊക്കെ നമുക്കത് മനസ്സിലാവുന്നത് ഈ പാട്ട് ഇത്ര അല്ലാതെ നമുക്ക് ഫീൽ ചെയ്യുന്ന പറയുമ്പോൾ സത്യം പറയും ഇത് എഴുതിയ ശേഷം ട്യൂൺ ചെയ്തതാണ്, അപ്പൊ അതുകൊണ്ട് ചിലതൊന്നും കട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന് ചിലർ പറയാറുണ്ട്. ഈ പാട്ട് എഴുത്തുകാർ നമ്മളോട് പറയാറുണ്ട്. ഇപ്പൊ മഞ്ഞിലിന്റെ പൂക്കളിലൊക്കെ പാട്ട് വെറുതെ മ്യൂസിക് കൊണ്ടിട്ടിരിക്കുകയാണ്. ആ മ്യൂസിക് ജനമല്ല ഇട്ടിട്ട് അദ്ദേഹം അങ്ങോട്ട് പറയാണ് വന്ന 80കളിൽ അങ്ങനത്തെ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ വളരെ അതിന്റെ അദ്ദേഹം നമ്മൾ നല്ലൊരു പാട്ട് നമുക്കൊരിക്കലും തിരിച്ചു ചിന്തിക്കാൻ പറ്റില്ല പറയുന്ന പോലെ. അത് ഈ സംഗീത സംവിധാനം എന്ന് പറയുന്നത് വെറുതെ ഈണമിടുന്നതും ഈ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടുള്ള വെറും ഒരു പരീക്ഷണമൊക്കെ ആയിട്ട് അതായത് വെറും കച്ചവട പരീക്ഷണമായിട്ട് ഈ അടുത്ത കാലത്തല്ലേ. പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അതിനകത്ത് ഒരു സിനിമയുടെ മൂഡ് എന്താണ്, അവിടെ കഥാപാത്രങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഒരു മൂഡാണ് വേണ്ടത്, അതിനനുസരിച്ചിട്ട് കൂടിയാണ് സംഗീതത്തിൽ ഈണത്തെ കണ്ടുപിടിക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്നെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പാട്ടുകൂടെ വേണം, അപ്പൊ 5 ട്യൂൺ ഉണ്ടാക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചില ലിമിറ്റേഷൻസ് ഇപ്പൊ വരുന്നത് കൊണ്ടാണ്. ഇപ്പൊ ജെറിയ മൽദേവിനെ പോലെ അല്ലെങ്കിൽ ഔസിപ്പച്ചനെ പോലെ അല്ലെങ്കിൽ കൊട്ടും മുൻപ് തന്നെ കുറച്ചും കൂടി ഒരു ക്രിയാത്മകമായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള സാധ്യതകൾ അവിടെ ഉണ്ട്. ഇപ്പോ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമ പോലും അതിന്റെ നടനും നടിയും പോലും ഫേമസ് ആവുന്ന ഈ പാട്ടിന്റെ പേരിലാണ്. ആ പാട്ടാണ് അതുപോലും ആ പാട്ടിന്റെ ഇൻഫ്ലുവൻസിൽ തന്നെ ഒരു സിനിമ ഹിറ്റായി എന്നുള്ളതാണ്. ഇപ്പൊ മഞ്ഞൾ കൊമ്പിലായാലും ഏത് പാട്ട് എടുത്തു നോക്കിയാലും നമുക്കറിയാം അതിനകത്ത്. ടീച്ചർ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ വ്യത്യസ്തമായിട്ട് കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിച്ചു തിരുമല ഒരു പാട്ട് അത് ഞാൻ ടീച്ചറോട് ചോദിക്കും എന്തുകൊണ്ട് എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടു. ടീച്ചറിനോട് ഞാൻ ചോദിക്കുകയാണ്. ടീച്ചർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ പാട്ടല്ല സത്യം പറഞ്ഞു. 2 സിനിമ പാട്ടുമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ പാട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ സയൻസ് സ്കൂളിൽ വെച്ചിട്ട് കേട്ട ഒരു പാട്ട്, എന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് കേട്ട പാട്ടാണ്. അത് എപ്പോഴും ഞാൻ ആ പാട്ട് കേട്ടിട്ട് ആ സ്ഥലം സന്ദർശിക്കാൻ 2 ദിവസം ആ സ്ഥലം കൂടെ നടന്നു. പക്ഷെ എനിക്ക് ആ സ്ഥലത്ത് പോയിട്ട് പോലും എനിക്ക് അതിന്റെ ഫീലിംഗ് കിട്ടിയില്ല. ഇപ്പോഴും ആ പാട്ട് തന്നെ വല്ലാണ്ട് കൊണ്ടിരുന്നുണ്ട്. പാട്ടിലാണ് യേശുദാസിന്റെ തരങ്കിണി കാസറ്റിലുണ്ടായിരുന്ന മാമാങ്കം പലവരെ കൊണ്ടാണ്. ഞാൻ പലരോട് സംസാരിച്ചപ്പോഴും ആ പാട്ട് അവർക്ക് ചിലരൊക്കെ പറയുന്നുണ്ട് മാസ്റ്റർ പീസ്. എനിക്ക് പക്ഷേ മരിച്ചപ്പാരങ്ങനെ എഴുതിയിട്ടില്ല. പക്ഷെ എനിക്കും ഒരുപാട് പേർക്ക് എന്റെ തലമുറയിൽ ഒരുപാട് പേർക്ക് ആ പാട്ട് എന്തുകൊണ്ട് എനിക്കും അല്ലെങ്കിൽ ആ പാട്ട് അത്രത്തോളം ടീച്ചർക്ക് അത് ഇഷ്ടപ്പെട്ട പാട്ട്. എനിക്കത് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് എന്നാണ്. പക്ഷെ എനിക്ക് അങ്ങനെ അതിനേക്കാൾ ഇഷ്ടമുള്ള മറ്റു പാട്ടുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഈ പാട്ട്. അല്ല അതെന്ന് വെച്ചാൽ ഒരു വരിയിൽ തന്നെ പല റെസണൻസ് ഉള്ള ഒരു പാട്ടാണ്. എനിക്ക് അതിനകത്ത് അതിനിപ്പോ അതിന്റെ ട്യൂണിൽ പുള്ളി വെക്കുന്ന വാക്കുകൾ ഇപ്പൊ മറ്റേ പാട്ടായാലും നമുക്ക് മൈനാകമായാലും മൈനാകം, അതായത് അവിടെ നമുക്ക് അപ്പൊ തന്നെ ഒരു മലയുടെ പ്രതീതി കിട്ടുകയാണ്. ആ വാക്ക് കൊണ്ട് വെക്കുമ്പോ തന്നെ നമുക്കൊരു ഇത് കിട്ടുന്നുണ്ട്. അതുപോലെ മാമാങ്കം എന്ന് പാടി വെക്കും. ആ വരികളെ പാടി നോക്കും. ആ ട്യൂണിൽ ഏറ്റവും മൊത്തത്തിൽ ആ സിനിമയുടെ ഒരു മൂഡ് ആ മൂഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അല്ല സോറി അതിന്റെ ഒരു മൂഡ് കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ അതിന്റെ ഒരു ഞാൻ പറഞ്ഞത് ആ ഒരു സംഭവത്തിന്റെ ഒരു മൂഡ് കിട്ടുന്നുണ്ടല്ലോ. നമുക്ക് മൊത്തം ആ ഒരു ചരിത്രമോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് നമുക്ക് കുറെ കേട്ടുകഥകളും പിന്നെ കുറെ വിത്തുകളൊക്കെ നമ്മുടെ മനസ്സിൽ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു മൂഡ് നമുക്ക് കിട്ടുന്നത് കൊണ്ടാവാം. ബേസിക്കലി എനിക്ക് ആ പാട്ടിനേക്കാൾ ഇപ്പൊ നവരാത്രി മണ്ഡപം ഒരുങ്ങി എന്നുള്ള പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ടീച്ചർ അദ്ദേഹം മരണപ്പെട്ട കുറിപ്പ് എഴുതി എനിക്ക് ടീച്ചറായിട്ട് മുൻപന്തി കൊടുത്തിരുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞാൽ പപ്പയുടെ സന്തപ്പൂസിൽ ഓലത്തുമ്പത്തിരുന്നൊരു പാട്ടാണ്. ഞാൻ ആ കാലഘട്ടത്തിലൂടെ തന്നെ മമ്മൂട്ടി ആരാധന കൂടിയാണ്. ആ സിനിമ ഒരു വലിയ വിജയമായിരുന്നു. പ്രത്യേകിച്ച് അപ്പുറത്ത് യോദ്ധാദ്വൈതമുള്ള ആ മഴക്കാലത്ത് ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. പക്ഷെ ആ സിനിമയിൽ ഇപ്പൊ ആലോചിക്കുമ്പോ അല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ ആലോചിക്കുന്നു ഈ പാട്ടുകൾ മാറ്റി നിർത്തിയിട്ട് ആ സിനിമയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ആ സിനിമ അതിമനോഹരമായ പാട്ടുകൾ ആ സിനിമയിൽ സിംഗ് ചെയ്തു എന്നുള്ളതാണ്. ആ ടീച്ചർ എങ്ങനെ നോക്കുന്ന ആ പാട്ട് എന്താണ് ടീച്ചർക്ക് എത്ര ഇഷ്ടമാണ്? എനിക്കും എന്റെ ഒരു കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ അതിന്റെ ഒരു ഓമനത്വം ഇപ്പൊ ഓലത്തുമ്പത്തിരുന്നൂയലാടും ചെല്ലം എന്നൊക്കെ നമ്മൾ കുട്ടികളെ വിളിക്കുന്നതാണല്ലോ. അപ്പൊ ആ പൈങ്കിളിന്നായാലും കുട്ടിത്തത്തിന്റെ സ്വഭാവങ്ങളാണ്. ഈ ഓലത്തുമ്പത്തിരിക്കുന്ന ഈ കിളികളെ നമ്മൾ കണ്ടിട്ടില്ല, അതിങ്ങനെ ചാഞ്ചാണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു മൂടും ഈ അദ്ദേഹം എഴുതിയിട്ടുള്ള കുട്ടിപ്പാട്ടുകളിൽ എല്ലാം ഉണ്ടാകും. കൗതുകം, വാത്സല്യം, ഈ ഇത്തരത്തിലുള്ള ഓമനത്തെ എല്ലാ കുട്ടിപ്പാട്ട് എടുത്തു നോക്കിയാലും അറിയാം. വളരെ ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന് പറയുമ്പോഴും മകളെ പാതി മലരെ എന്ന് വിളിക്കുമ്പോഴൊക്കെ ആയാലും അദ്ദേഹം എഴുതിയിട്ടുള്ള എനിക്ക് പിന്നെ നമ്മുടെ ഈ പാട്ട് വളരെ ഒന്നാമത് ഈണം കൊണ്ട് തന്നെ അത് സൂപ്പർ
സൂപ്പർ ഹിറ്റ് ആയിരുന്നു. വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു ഈണായിരുന്നു അത്. രണ്ടാമത് അതിന്റെ പിക്ചറൈസേഷനും വളരെ ആ പിക്ചറൈസേഷൻ പിക്ചറൈസേഷൻ ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഈ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന് പറഞ്ഞ സിനിമ അന്ന് വളരെ ഇമോഷണൽ ആയിട്ട് എല്ലാവരും ഹോൾഡ് ചെയ്തൊരു സിനിമയായിരുന്നു ആണല്ലോ. ഇമോഷണൽ ആയിട്ട് ഈ ഒരു ബന്ധം, അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം, അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, ഇത് ഭയങ്കരമായിട്ട് നമ്മളെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായിട്ടുള്ള പരിസരങ്ങളിൽ വല്ലാതെ നമ്മൾ അതിനോട് വല്ലാതെ നമുക്ക് അതിനൊരു അടുപ്പുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അതിന്റെ ഒപ്പം തന്നെ ഈ പാട്ടിന്റെ ഒരു കമ്പോസിങ്ങും എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കമ്പോസിംഗ് ആണ്. അതിന്റെ ഒരു ആദ്യത്തെ പല്ലവി അനുപല്ലവി എടുത്ത് നോക്കിയാൽ അറിയാം. പല്ലവിയിൽ നിന്ന് നമ്മൾ അനുപല്ലവിയിലേക്ക് പോയിട്ട് പിന്നെ വീണ്ടും അതിനകത്തേക്കുള്ള ഒരു ആ കുതിച്ചൊരു പോക്കുണ്ട്. പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് വീണ്ടും അതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒരു പോക്കുണ്ട്. നമുക്കറിയാം ഇപ്പൊ ഇതാ അങ്ങോട്ട് പോവാണ്. നമ്മളിങ്ങനെ ഇങ്ങനെ വന്നൊരു ഊഞ്ഞാലാടുന്നത് പോലെ വളരെ മനോഹരമാണ്. അതുകൊണ്ട് ആ പാട്ട് പെട്ടെന്ന് നമ്മൾക്ക് എപ്പോഴും ഒരു പാട്ട് വീണ്ടും വീണ്ടും നമ്മൾ ആലോചിക്കുന്നത് എപ്പോഴാണ് ആ ഈണവും അതിന്റെ വാക്കും തമ്മിൽ സിങ്ക് ആവുമ്പോഴാണ് നമുക്കത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ അതിന്റെ ദൃശ്യം, അതിന്റെ ട്യൂണ്, അതിന്റെ വാക്ക്, അതിൽ ചേർത്തിരിക്കുന്ന പൊരുത്തം, ഇതെല്ലാം സിനിമയിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. ആ സിനിമയുടെ വളരെ മർമ്മപ്രധാനമായ സെന്റിമെന്റൽ സീൻസ് അല്ലെങ്കിൽ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അവിടെയും പിച്ച് തിരുമല ഫാസില് വൈകാരിക രംഗങ്ങള് എല്ലാത്തിലും അതും മ്യൂസിക് സംഗീതത്തിന്റെ അകമ്പടിയുടെ പാട്ടിന്റെ അകമ്പടിയുടെ അടുത്ത് സ്നേഹത്തിന് പൂജോള് അതാണ് നല്ല പാട്ടെന്ന് പറയുന്ന എങ്ങനെ ആ പാട്ടിനെ ടീച്ചർ അദ്ദേഹത്തിന്റെ ടോപ്പ് നമ്പേഴ്സിൽ അദ്ദേഹത്തിന്റെ പാട്ടുകളൊന്നും എനിക്കും ഇഷ്ടമാണ് പാട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വല്ലാതെ ഒരു നമ്മളെ ഹോൾഡ് ചെയ്യുന്ന ഒരു പാട്ടാണ്. ഈ സ്നേഹത്തിന്റെ പൂഞ്ചോല എന്ന് പറയുന്ന വാക്കിന് തന്നെ ഒരു വല്ലാത്തൊരു ഇണക്കമുണ്ട്. നമ്മളാ ഇമോഷണലി ഇംബാലൻസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് സ്നേഹം മാത്രമാണ് പരമമായിട്ടുള്ള സത്യം. ഏറ്റവും പരമമായിട്ടുള്ള ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞ് നമ്മൾ ആ സിനിമയുടെ അവസാനം ആകുമ്പോഴേക്കും നമ്മൾ ആ ഇമോഷനിൽ എത്തുമ്പോഴാണ് ആ സ്നേഹം എന്ന് പറയുന്ന വാക്കിൽ തന്നെ ആ പാട്ട് പോലും തുടങ്ങുന്നത്. അതിലാണ് അതാണ് വിജയ് ഏറ്റവും മഹത്വം എന്ന് തോന്നുന്നത്. കാരണം ആ സിനിമയുടെ ക്ലൈമാക്സിൽ ക്ലൈമാക്സ് പിന്നെ പണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ പാട്ട് എഴുതുന്ന സമയത്ത് ഇന്നത്തെക്കാളും കുറച്ചും കൂടി ഒരു ആത്മടുപ്പുണ്ട് എല്ലാവർക്കും. സംവിധായകനും അതെ സംവിധായകനും അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരു ഇരിപ്പുണ്ട്. ആ ഇരിപ്പിൽ കുറച്ചും കൂടി ഒരു അടുപ്പുണ്ടാവും. ഇന്നിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പല പല സ്ഥലത്തിരുന്ന് പാട്ടുകാരും സംഗീത സംവിധായകരും തമ്മിൽ കാണുന്ന പോലും ഇല്ല. വിചിത്രങ്ങളുടെ ഒരു സവിശേഷത ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ ഗായകരെ പാടുന്നതിന് അവർക്ക് എത്ര എക്സ്ട്രീമിറ്റി വരെ പോകാം, ഒരു സംഗീത സംവിധായകന് എത്ര എക്സ്ട്രീമിറ്റി വരെ പോകാൻ പറ്റും, അത്രയും സാധ്യത പുള്ളി കൊടുക്കാറുണ്ട്. അതായത് എനിക്ക് പല പാട്ടുകളും തോന്നിയിട്ടുണ്ട്. താം തകതോ അത് തുടങ്ങിയിട്ട് ഒരു ഒരു ഗായകന് അല്ലെങ്കിൽ ഗായികക്ക് ഏറ്റവും അധികം തിളങ്ങാൻ വേണമെങ്കിൽ ഈ ഒരു പാട്ട് മതി. മോളിൽ പോവാം, താഴെ പോവാം, ഇടനിലുണ്ട്, അങ്ങനെ വളരെ രസമായിട്ടുള്ളൊരു ഇതാണ്. പിന്നെ ആ സിനിമയുടെ മൊത്തം മൂഡ് ആ പാട്ടിന്റെ അല്ല അതുമാണ് ഞാൻ പറഞ്ഞത്. പാട്ടിന്റെ ഒരു പാട്ടിന്റെ ഫീലിംഗ് തന്നെയാണ്. അല്ല ലൊക്കേഷനും മൂഡും കഥാപാത്രങ്ങളുടെ സ്വഭാവം ഇതൊക്കെ അറിഞ്ഞിട്ടാണ് പാട്ട് വരുന്നത്. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ്. ഇപ്പൊ ഈ ഓട്ടോയിലെ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എഴുത്തുകാര് ഇവിടെ നിന്നാണ് ഒരു മോഡൽ തുടങ്ങിയിട്ടുണ്ടാകാൻ സാധ്യത ക്ലബിന്. ഇപ്പൊ അയ്യോ പാഠം ചൊല്ലി പഠിക്കാം എന്ന് പറയാണ്. ഞാനും ഒരാളാകും ഓട്ടോ പൈലറ്റ് പോലെ നമ്മള് സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഈ യു അറിയാത്തവരില്ല ഇത് വവ്വൽസാണ്. ഇംഗ്ലീഷ് ഭാഷ പഠിക്കാനായിട്ട് ഏറ്റവും ബേസിക് ഇത് പഠിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാനും ഇങ്ങനെ പഠിച്ച് വലിയ ആളാവുന്നുള്ളത് ഈ ഇംഗ്ലീഷ് വാക്കും ഈ ഒരു മലയാളം വാക്കും കൂടെ ചേർത്ത് വെച്ചിട്ട് രസമായിട്ട് കമ്പോസ് ചെയ്തിരിക്കുകയാണ് പുള്ളി. അത്രയും പോപ്പുലറായ ആ പാട്ട്. ഞാനും ഒരാളാവെന്ന് പറയുന്നത് എല്ലാ കുട്ടികളും അടക്കം ഇത് പാട്ട് പാടി. അത് ഈ ക്ലബിങ് ഉണ്ടല്ലോ. ഇപ്പൊ ഈ ന്യൂ ജനറേഷനിൽ ഇപ്പൊ പലരും പറയാറില്ലേ ഇംഗ്ലീഷ് മലയാളം വാക്കുകൾ ഉപയോഗിക്കുന്നു, സംസ്കൃത മലയാളം. ഇതൊക്കെ നേരത്തെ വിജയ് തിരുമല ട്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അന്നേ തന്നെ പുള്ളി ട്രെൻഡ് സെറ്ററിന്റെ ആളായിരുന്നു ഇത്തരത്തിലുള്ള വാക്കുകൾ. ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ ഇപ്പം വിജയ് തിരുമലയുടെ സിനിമകളെ വിജയ് തിരുമലയുടെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ സിനിമയെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫാസിലിനെ മാറ്റി നിർത്താൻ പറ്റില്ല. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ അദ്ദേഹത്തിന്റെ ഡെബ്യൂ സിനിമയാണ്. പിന്നെ നോക്കത്താ തുരുത്ത് കണ്ണും നട്ട്, പിന്നെ അതിനുശേഷം ഇപ്പൊ ഏറ്റവും മാസ്റ്റർ പീസ് എന്ന് പറയാൻ പറ്റുന്നൊരു മണിച്ചിത്രത്താഴ്. ഫാസിലിന്റെ മനസ്സിൽ കയറിയിട്ട് ഫാസിൽ മനസ്സിൽ കണ്ടു തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ളത് പുതിയ ചിത്രമായ
ആദ്യ ചിത്രത്തിലും വിചിത്രകല്യാണം വിളിച്ചുകൊണ്ടുവന്നത്. എങ്ങനെ വന്നു അവരുടെ കോമ്പിനേഷൻ? അല്ല, അതെനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. 90കളിൽ പൊതുവെ ഒരു ഫാസിൽ യുഗമായിരുന്നല്ലോ. 90കളിൽ എനിക്ക് രണ്ട് ധാരയുണ്ടായിരുന്നു സത്യത്തിൽ. 90കളിൽ ഒന്ന് ഫാസിലിന്റെ ഇത്തരത്തിലുള്ള സിനിമകൾ, പിന്നെ ഭയങ്കര കോമഡി സിനിമകൾ. ഈ കോമഡി സിനിമകളിലും ഈ ഫാസിലിന്റെ സിനിമകൾ ഒരേപോലെ തന്നെ ബിജു തിരുമല ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഫാസിൽ പറയുന്ന ഈ പഴന്തമിഴ് പാട്ട് ഇതിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, മണിച്ചിത്രത്താളുടെ പാട്ട്. ഇതേ ആള് തന്നെയാണ് അപ്പുറത്ത് ഈ ഉന്നം മറന്ന് തെങ്ങി പറഞ്ഞ എഴുതുകയാണ്. പിന്നെ ആനപ്പാറയിൽ അച്ഛമ്മയ്ക്കും കൊച്ചമ്മയ്ക്കും. അപ്പൊ ഈ 90കളിൽ ഒരേ സമയം തന്നെ രണ്ട് ട്രെൻഡിന്റും കൂടെ പോയ ഒരാളാണ് അദ്ദേഹം. രണ്ട് ട്രെൻഡും അദ്ദേഹം വളരെ രസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു പറയുന്ന പോലെ ടീച്ചർ പെട്ടെന്ന് അവസാനിപ്പില്ല. കാരണം നോക്കത്താതൊരത്തില് 1000 കടന്ന് ആ ഫീലിംഗ് ആണ് തിയേറ്ററിൽ മുഴുവൻ നിന്നിട്ട് ആ അമ്മമ്മയുടെ ഫീലിംഗിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ് വെച്ചിട്ട് ആ ഫീലിംഗ് കണ്ണുമായി പാടാത്ത മലയാളി ഉണ്ടാവില്ല. എല്ലാ മലയാളികൾക്കും ഏത് കാലത്തും എപ്പോ വേണമെങ്കിൽ എപ്പോഴും ഏത് ഗാനമേളയിലും ഒഴിവാക്കാത്ത ഒരു പാട്ട്. ഏത് സമയത്ത് നമ്മള് വണ്ടിയിലാണ് ഫീലിംഗ്. അതെപ്പോഴും നമ്മള് കുറെ ഗൾഫിലൊക്കെ പോയി വരുന്ന അല്ലെങ്കിൽ വിദേശത്ത് പോയി വരുന്ന അച്ഛനന്മാരൊക്കെ പലരും എന്താ പറയാ 1000 കണ്ണുമായി കാത്തിരുന്നു. പല സ്ഥലത്തും അത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ അമ്മ മകൾ ബന്ധത്തിൽ മാത്രമല്ലല്ലോ അത് ഉപയോഗിക്കുന്നത്, പല സ്ഥലത്തും ആ പാട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ അതിന്റെ ഇപ്പൊ എന്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ എന്നൊക്കെ, പിന്നെ ജീവചൈതന്യമേ എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ അതിനകത്ത്. വളരെ ഭയങ്കര പോയറ്റിക് ആയിട്ടുള്ളൊരു, നമ്മള് സ്നേഹമസൃണത എന്നൊക്കെ പറയില്ലേ, മുഗ്ധമായിട്ടുള്ളത് എന്നൊക്കെ പറയില്ല, അത്തരത്തിലുള്ള ഒരു വാക്കുകളുടെ ഒരു ചേർച്ചകളൊക്കെ ഉണ്ട് അതിനകത്ത്. വളരെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഇന്നത്തെ മലയാളിക്ക് രാത്രി പൂത്തിരി തന്നെയാണ് വാക്കുകളും. രാത്രി പൂത്തിരി ടീച്ചർ ആ പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പണ്ട് ചിത്രകലയിലൊക്കെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് വരുന്ന പാട്ട്. ശരിക്കും മാത്രമല്ല നമ്മളുടെ ഒരു ക്രിസ്മസ് സങ്കല്പം എന്ന് പറഞ്ഞാൽ തന്നെ ഉടനെ ആ പാട്ട് ഓർമ്മ. ആ നദിയം പോയതു, പിന്നെ ഡാൻസ്, ലാത്തിരി പൂത്തിരി പോലെ തന്നെ മറ്റേ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. മറ്റേ ഇതിലൊക്കെ പാടി പക്ഷിക്കൂട്, എന്റെ സൂര്യപുത്രികൾ, ഈ രണ്ട് പാട്ട് ഭയങ്കര എനർജി പാട്ടുകളാണല്ലോ. ഒരേ സമയം തന്നെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്ന പാട്ടുകൾ അദ്ദേഹം എഴുതുന്നു. മണിച്ചിത്രാണിക്കും വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമ, ഇതുവരെ ആരും പ്രമേയം ചെയ്യാത്ത ഗാന സന്ദർഭങ്ങൾ. അതിലെ തിരക്കഥാകൃത്തുക്കളെ മധുമുട്ടമേരി പാട്ട് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ പാട്ടുകളും എഴുതിയത് എത്രത്തോളം കോൺഫിഡൻസിലാണ് ഫാസിലെ ഇദ്ദേഹത്തെ സമീപിച്ചിട്ട്. പ്രത്യേകിച്ച് പഴം തമിഴ് പാട്ടുകൾ അത്ര ഡെപ്തുള്ളൊരു ഗാനം. ടീച്ചർക്ക് എങ്ങനെ തോന്നുന്നു ആ പാട്ടിനെ കുറിച്ചിട്ട്? ആ സിനിമയുടെ ഒരു മൊത്തം മൂടാ പാട്ടിലുണ്ട്. കാരണം നമ്മൾ ആ സിനിമ അന്നൊക്കെ ആദ്യമായിട്ട് ആ പാട്ട് കാണുമ്പോൾ നമ്മളെ വലിയ രീതിയിൽ ദുരൂഹമായ ഒരു ലോകത്തിലേക്ക് ആ സിനിമ എത്തിക്കുന്നത്. ആ സിനിമയുടെ ഒരു പശ്ചാത്തലം ഒരു തമിഴ് യക്ഷിയാണല്ലോ, നാഗവല്ലിയാണ്. അപ്പൊ ആ സിനിമയുടെ ഒരു മൂഡും അതിന്റെ ഒരു നമുക്ക് ആ ലൊക്കേഷനും ഒക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കൊട്ടാരവും അല്ലെങ്കിൽ ആ വീടും ആ വീടിന്റെ സെറ്റപ്പുകളും. അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഈ കഥയുടെ കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ആദ്യമേ തുടങ്ങി ഇങ്ങനെയാണെന്നും ഇതിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നും ഒരു മിത്തിക്കലായിട്ടുള്ള സാധനം നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അപ്പൊ അതിനെ ഫീൽ ചെയ്യുന്ന വാക്കുകളാണ് ഓരോ വാക്കും. അതുകൊണ്ട് തന്നെ ആ പാട്ട് അതിനോട് വളരെ, പാട്ട് മാറി നിൽക്കുന്നില്ല എന്നുള്ളതാണ്. പാട്ട് ആ സിനിമയുടെ ഒരു ഭാഗം, ഒരു അവയവം പോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. പാട്ട് അതുകൊണ്ടാണ് സൂപ്പർ ഹിറ്റ് ആവുന്നത്. എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്, വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, വിചിത്രത്തിരമലയെ നമ്മള് തൊട്ട് മുൻപത്തെ തലമുറയിലെ ആളുകളെ പോലെ ആഘോഷിച്ചിട്ടില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള എഴുത്തുകാരന് ഈ അക്കാദമിക് സദസ്സുകളിൽ അല്ലെങ്കിൽ സാഹിത്യ ഭംഗിയുള്ള സദസ്സുകളിലൊന്നും ആരത്ര വിലമതിക്കില്ല. അത് ഇവിടുത്തെ ഒരു മോശം സ്വഭാവമാണ്. അതായത് ജനപ്രിയമായതെല്ലാം വളരെ മോശമാണെന്നുള്ളൊരു ധാരണയുണ്ട്. അതിൽ കുറെ മോശം പാട്ടുകൾ എഴുതേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്. കുറെ മോശം പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അത്രയും മോശം സിനിമയ്ക്ക് അതേ എഴുതാനേ പറ്റുള്ളൂ. മോശം സിനിമ ഒരിക്കലും വാർത്തകൾ വന്നിട്ടില്ല. ഒരു ഇടതുപക്ഷ മുഖം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്, ഉണ്ടായിരുന്നില്ല. പിന്നെ കവി എന്ന നിലയിൽ വലിയൊരു ഉണ്ടായിരുന്നില്ല. ഇവന് നായർ ഇതുപോലെ അദ്ദേഹം സ്ഥാപിച്ചിട്ടില്ല. എനിക്കോട് ഞാനന്ന് ടീച്ചറെ ശിവശങ്കരൻ നായരാണ് പേര്. ആ ടീച്ചർക്ക് ആളുടെ പേര് കുട്ടിക്കാലത്ത് ഏറ്റവും കുട്ടിക്കാലത്ത് ഈ നമ്മൾ റേഡിയോ കേട്ടിട്ടാണല്ലോ നമ്മൾ ആദ്യം നമുക്ക് ഇതുപോലെ പുതിയ സംവിധാനങ്ങളിലേക്കൊക്കെ നമ്മൾ വരുന്നത് നമ്മുടെ മുതിർന്ന കാലത്താണ്. അപ്പൊ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഈ ബിച്ചു എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഗാനരചയിതാവ് എന്ന് പറയുമ്പോൾ വലിയൊരു മനുഷ്യനൊക്കെ ഉള്ളത് നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് അങ്ങനെയല്ലേ. അപ്പൊ ഈ ബിച്ച് എന്തൊരു ക്യൂട്ടായിട്ടുള്ള പേരാണ് ഈ ബിച്ചു തിരുമല. ഈ പേരിന്റെ ഒരു പുറകിൽ എന്താണ്? അങ്ങനെയാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ
അന്വേഷിച്ചപ്പോഴാണ് ഇതൊരു ഷോർട്ട് നെയിം ആണെന്നും ഇയാളുടെ പേര് വി ശിവശങ്കരൻ നായർ എന്നൊക്കെയാണ്. അപ്പൊ ഇത്രയും വലിയ പേരിന് പുള്ളി തന്നെ തിരുമലയിൽ ഇപ്പൊ പുള്ളിയുടെ സ്ഥലത്തൊക്കെ പേരൂർക്കടയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ. ആ തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ എല്ലാവരും അങ്ങനെയാണ് അദ്ദേഹത്തെ വിളിക്കുക. അപ്പൊ ഒഫീഷ്യലായിട്ട് പോലും അദ്ദേഹം ജാതി ഇത്തരം സാധനങ്ങളൊക്കെ ഒന്നും എടുത്തിട്ടില്ല. അദ്ദേഹം വളരെ ഒരു സാധാരണ മനുഷ്യനായിട്ട് എല്ലാവരുടെയും വിറ്റുമായിട്ട് എല്ലാ കൂട്ടങ്ങളിലും പെട്ടെന്ന് ഇണങ്ങി ജീവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഓരോ കഥകൾ, ഓരോ പാട്ടിന്റെ കഥകൾ പറയുമ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ 1-2 ഇന്റർവ്യൂ അദ്ദേഹം കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ ആർക്കും എഴുതാവുള്ളൂ, എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ അത്രയും സിമ്പിളാണ് പറയുന്നത്. പക്ഷെ ഫിലോസഫിക്കലായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഞാനുള്ള ബന്ധങ്ങൾ പക്കാമേളങ്ങൾ പോലെയാണ് പാട്ടുകൾ നിന്നുയരും നാദശലഭങ്ങളെ വളരെ രസമുള്ളൊരു ഇമേജ്. ശ്രുതി എന്ന് പറയുന്നതിന് ശലഭം പറക്കുന്നു, നാദമാകുന്ന ശലഭം പറക്കുന്നു എന്തൊരു നല്ല ഇമേജാണ് നമുക്ക്. പക്ഷെ ആരും നമ്മളിപ്പോ വയലാറിന്റെ അലങ്കാര ഭംഗി എന്ന് പറഞ്ഞ ആരും ഡിജിറ്റലുകളുടെ അലങ്കാര ഭംഗി ഇവിടെ പറയുന്നില്ല. അതായത് അദ്ദേഹം അത്തരം സർക്കിളുകളിൽ പറയുന്ന അക്കാദമിക് ആയിട്ടുള്ള സർക്കിളുകളിൽ ഒരിക്കലും അദ്ദേഹം, എനിക്ക് തോന്നുന്നു നമ്മുടെ നാടിന്റെ ഒരു പ്രവണത, ഞാനടക്കം മരിച്ചു കഴിഞ്ഞ ശേഷമല്ല അദ്ദേഹത്തെ അനുസരിക്കുന്നത്. ജീവിച്ചിരുന്നപ്പോ അദ്ദേഹത്തെ പറ്റി ആരും എഴുതിയിട്ടില്ല. സെലിബ്രേറ്റ് ചെയ്യപ്പെടാത്ത ഒരാളായിരുന്നു അദ്ദേഹം. അങ്ങനെ തന്നെയായിരുന്നു, സെലിബ്രേറ്റ് ചെയ്യപ്പെടാത്ത ഒരാൾ. ഇപ്പം അതില് 2 കാര്യങ്ങൾ പറയുമ്പോൾ നേരത്തെ ട്രെൻഡ് സെറ്റ് ഒരു കാര്യം പറഞ്ഞു. എനിക്ക് 2 പാട്ടുകൾ എനിക്ക് തോന്നുന്നത് സിദ്ദിഖ് ലാൽ തന്നെ ആദ്യത്തെ സിനിമയിൽ രാംജറാവ് സ്പീക്കിംഗ് അവനവൻ കുരുക്കുന്ന അങ്ങനെ ഒരു പാട്ട് അതിനു മുമ്പ് അങ്ങനെ മലയാളത്തിൽ അങ്ങനെ ഇല്ലേ. അത് കഴിഞ്ഞ് ഉന്നം മറന്ന് തിന്നെ പറന്ന് എന്നുള്ള പാട്ട്. പക്ഷെ ഈ പാട്ടിനും എത്ര ഫാസ്റ്റ് ആണെങ്കിൽ സ്പീഡ് ആണെങ്കിൽ അതിനൊരു താളം ഉണ്ടായിരുന്നു. ഈ നർമ്മസന്ദർഭ പാട്ടുകളിൽ ബിച്ചു തിരുമലയുടെ അത്രയും പെർഫോം ചെയ്ത ഒരാളില്ല. അത്രയും. അത് മാത്രല്ല ഈ ഉന്നം മറന്നുള്ള പാട്ടല്ലേ ഈ യുവാക്കളാണല്ലോ, ആ യുവാക്കളുടെ ഇപ്പൊ ആ 4 ക്യാരക്ടറുകൾ ആലോചിക്കുക. അപ്പൊ അതുപോലെ ഈ തെന്നിപ്പറക്കുക എന്നുള്ള പാട്ടുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ ഈ കോൺഫ്ലിക്റ്റില് ഈ സംഘർഷത്തിൽ അകപ്പെടുന്ന സമയത്താണ് അവനവൻ കുരുക്കുന്നത് ഗുരുവാലന്റെ. അപ്പൊ നമുക്ക് കറക്റ്റ് കോൺഫ്ലിക്റ്റ് കിട്ടാണ്. ആ കുരിക്കുന്നുള്ള വാക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഗുരുവാലിനൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ കോൺഫ്ലിക്റ്റ് കിട്ടുന്നുണ്ടല്ലോ. അതാണ്. പിന്നെ ഈ ഗോൾഫാദറിൽ ഈ ആനപ്പാറയില് അമ്മയാണ് അതിനകത്തെ ഒരു പ്രധാന ഫിലോമിന. നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിരുന്ന സീൻ. അപ്പൊ അവിടെ ആനപ്പാറയിൽ അച്ഛമ്മയ്ക്കും കൊച്ചമ്മയ്ക്കും കാവൽപ്പട്ടാളം കണ്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ആ സിനിമയുടെ മൊത്തം കൂടെ ആ പാട്ടിലേക്ക് വരികയല്ലേ. അപ്പൊ നമുക്കറിയാം ആനപ്പാറയിൽ അമ്മച്ചി വലിയ ആളാണ്, സംഭവമാണെന്ന് അറിയാം. അത് ആ പാട്ടിലേക്ക് അദ്ദേഹം പണിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ സിനിമയിലെ 90കളിൽ ഈ 90കളിൽ ഉണ്ടായിട്ടുള്ള നർമ്മ സന്ദർഭങ്ങളുണ്ട്. ആ സിനിമകളൊക്കെ തന്നെ അങ്ങനത്തെ സംതൃപ്തിപ്പെടുത്തിയ സിനിമയാണ്, സംതൃപ്തിപ്പെടുത്തിയ പാട്ടുകളാണ്. വളരെയധികം പക്ഷേ ടീച്ചറെ കാര്യം സമ്മതിക്കേണ്ടി വരും. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞു 90കളിൽ 2000 തുടങ്ങിയപ്പോ ആത്മസത്തത നഷ്ടപ്പെട്ട, ആത്മസത്തത വാക്ക് അല്ലെങ്കിൽ ആത്മബോധം ഉപേക്ഷിച്ച പോലത്തെ കുറെ പാട്ടുകൾ ബിച്ചു തിരുമലയിലും വന്നിട്ടുണ്ട്. പാട്ടുകൾ ടീച്ചർക്ക് അറിയാം. കുറെ കണ്ടന്റ് ഇല്ലാത്ത സിനിമകൾ വരുന്നു. ഒരു കണ്ടന്റ് ഇല്ല. അതായത് വെറുതെ വരിക, ഇങ്ങനെ കച്ചവടം ലക്ഷ്യമാക്കി വരിക, ഒരു പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. ഇങ്ങനെ കുറെ മസാല ചേരുവകൾ ചേർത്തിട്ട് കുറെ സിനിമ വരുന്നു. ആ സിനിമകൾ ഓടില്ല. ആ സിനിമകളുടെ പാട്ടുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അല്ല, വ്യക്തിപരമായിട്ട് പാട്ട് മോശമാണെന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. എനിക്ക് ഇഷ്ടപ്പെടാത്ത വളരെ ചിലപ്പോ മനുഷ്യവിരുദ്ധമായിട്ടുള്ളതോ സ്ത്രീ വിരുദ്ധമായിട്ടുള്ളതോ തൊഴിൽ അങ്ങനത്തെ വിരുദ്ധമായിട്ടുള്ള പാട്ടുകൾ അദ്ദേഹം എഴുതേണ്ടി വന്നിട്ടുണ്ട്. അത് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് എഴുതേണ്ടി വന്നിട്ടുള്ളതായിരിക്കാം. അത് നമ്മളങ്ങനെ വ്യക്തിപരമായിട്ട് ഇയാൾ ഇങ്ങനെ എഴുതിയല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ കച്ചവട സിനിമയിൽ അത് അതിന്റെ ഒരു വളരെ സ്ത്രീ വിരുദ്ധമായ സിനിമയാണത്. അത് മാത്രല്ല, ഇപ്പൊ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ, ആർക്കോ ഉള്ളൂന്നിട്ട് ഒരു പെൺകുട്ടിയെ ഹരാസ് ചെയ്യുകയാണല്ലോ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അത് വളരെ സ്ത്രീ വിരുദ്ധമാണ്. പക്ഷെ ആ സിനിമയിലെ അന്തരീക്ഷത്തിൽ പറ്റിയൊരു സാധനമാണ് അദ്ദേഹം എഴുതുന്നത്. ആ സിനിമയോട് നീതി പുലർത്തിയിട്ടല്ലേ ആ ഗാനരചിതാവിന് നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ കുറച്ചും കൂടി ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടി പൊളിറ്റിക്കലി കറക്റ്റ് ചെയ്ത് ഗാനരചിതാവിന് പറയാം, ഞാൻ ഇങ്ങനെ എഴുതില്ല, ഇങ്ങനെ എഴുതാൻ എനിക്ക് ബുദ്ധിമുട്ടെന്ന് പറയുന്നവരില്ല, പക്ഷെ പറയാം. പിന്നെ ടീച്ചറെ ഇമോഷണലി നമ്മുടെ ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യുന്ന കുറെ ഫീലിങ്സ് ഉള്ളത്, അതായത് പ്രണയം, അതുപോലെ തന്നെ ശോകം, ഈ പറയുന്ന പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഒളിക്കുന്നു. എന്തുകൊണ്ടാണ് ആ പാട്ട് എനിക്ക് ഇപ്പോഴും ഇഷ്ടമുള്ളത് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ സത്യം പറഞ്ഞ കമ്പീരാന്ന് അവാർഡ് കിട്ടിയ സിനിമ ആ പാട്ടിന് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. എനിക്ക്
ഒളിക്കുന്നുവാണ് ഇഷ്ടം. അല്ല, പാതിമലരെയാണ് ഹിറ്റായത്, ഒളിക്കുന്നതാണ് എനിക്കിഷ്ടം. ആലാപനം തേടും പിന്നെ ഞാൻ പറയാം, തേനും വയമ്പിലെ മറ്റു 2 പാട്ടുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. തേനും വയമ്പും അങ്ങനെയുള്ള ഇമോഷണലി പമ്പ്, അത് എത്രത്തോളം പറ്റിയിട്ടുണ്ട്. അത് സാധാരണ മനുഷ്യരുടെ ഹൃദയവികാരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന പാട്ടുകൾ എഴുതാൻ ഒരു പ്രത്യേക കഴിവ് മനുഷ്യനുണ്ടായിരുന്നു. അല്ലെ, സാധാരണ മനുഷ്യർ മാത്രമല്ല, അപ്പർ ക്ലാസ്സിലുള്ളവരും ലോവർ ക്ലാസ്സിലുള്ളവരും മിഡിൽ ക്ലാസ്സിലുള്ളവരും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഈ രാജേഷ് പറഞ്ഞ എല്ലാ പാട്ടുകളും, നീർപ്പളങ്ങുകള്, തേനും വയമ്പും, ഒളിക്കുന്നുവോ, ഓർമ്മയിലൊരു ശിശിരം, പൂങ്കാറ്റിനോടും കിളികളോടും, ആലാപനം തേടി താഴ്ന്ന, ഈ പാട്ടുകളൊക്കെ തന്നെ എല്ലാ മലയാളിക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കുറെ കോമൺ പാട്ടുകൾ എടുത്ത ഈ പാട്ടുകളൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് അതിൽ പലതരത്തിലുള്ള, ഇപ്പൊ വൈകാരികമായിട്ട് അടുപ്പം വളരെ ഇമോഷണൽ ആയിട്ടുള്ള സീക്വൻസുകളിലുള്ള രംഗങ്ങളിലുള്ള പാട്ടുകളുണ്ട്, അല്ലാത്ത പാട്ടുകളുണ്ട്. ചിലപ്പോ സീനിൽ അത്ര ഇമോഷണൽ അല്ലെങ്കിൽ പാട്ട് വളരെ ഇമോഷണൽ ആവുന്ന സന്ദർഭമുണ്ട്. അതേസമയം ഇപ്പൊ മകളെ പാതിമലരെ സീനിലുള്ള ഇമോഷൻ അങ്ങനെ തന്നെ കിട്ടുന്ന ഒരു പാട്ടാണ്. കാരണം ഈ ആ പാട്ട് അതിൽ അച്ഛനും മകളും എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നമ്മളതിന് മകൾക്ക് അറിയില്ല, ഭയങ്കര ഒരു വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ വിഷമം കാണാണ്, മകൾക്കെല്ലാം അറിയാത്തുള്ളൂ, നമുക്കറിയാലോ. നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ വിഷമിക്കുകയാണ്. ആ ഫീലിംഗ് അങ്ങനെ തന്നെ വരുന്ന പാട്ടാണ്. പൂങ്കാറ്റിനോട് എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് പൂങ്കാറ്റിനോടും കിളികളോടും. 2 പാട്ടുകൾ നമുക്ക് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞാൻ പ്രൈമറി സ്കൂളിലായിരുന്നു, ഒരു മധുരക്കിനാവിൽ. പക്ഷെ ഇന്നത്തെ പോലെ ഹിന്ദി മൊബൈൽ ടീച്ചർക്ക് ഒന്നും മൊബൈല് ഒന്നും ഉണ്ടാകാത്ത കാലഘട്ടത്തില് ഒരു മധുരക്കിനാവിൽ മാത്രമായിരുന്ന ആനുവൽ ഡേയില് ഇന്നത്തെ പോലെ ചാടിത്തുള്ള ഒരു പാട്ട്. ആ പാട്ട് ടീച്ചർക്ക് ഓർമ്മയുണ്ടോ? പാട്ടിന്റെ ആവേശം തീർച്ചയായിട്ടും. ആ പാട്ട് ഈ പറഞ്ഞ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മള് കളിമൈക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ കളിമൈക്ക് വെച്ചിട്ട് പിള്ളേരൊക്കെ എപ്പോഴും പാട്ട് പാടുന്ന ഒരു പാട്ടാണ് ഒരു മധുരക്കിനാവ്. അത് അന്നത്തെ ഒരു യങ്സ്റ്റേഴ്സിന്റെ ഇഷ്ടമായി നമ്മളെ ഇഷ്ടമായി പുള്ളി കളിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. ആ സീരീസിൽ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ മാത്രമല്ല ഇപ്പോഴും അത് വീണ്ടും റീമേക്കും റീമിക്സ് ഒക്കെ ചെയ്തിപ്പോഴും പലരും അത് ക്രെഡിറ്റ് ഉപയോഗിക്കേണ്ടതാണ്. അത് എപ്പോഴും പറയാറില്ലേ, പാട്ടുകൾ കവർ ചെയ്യുന്ന സമയത്തായാലും ഗാനരചയിലാറിന്റെ പേര് വെക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ അവരത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാറുണ്ട്. കാരണം ഈ പിള്ളേര് ഈ പാട്ടിനെടുത്ത് വേറെ രീതിയിൽ മാറ്റിയെടുക്കുമ്പോൾ പോലും ആരാണ് എഴുതിയത് എന്നുള്ളതിന് മാത്രം വാല്യൂ ഇല്ലാത്തത് ഭയങ്കര കഷ്ടമാണ്. ഇതന്നെയാണ് ചിത്രകലയോട് നമ്മൾ ചെയ്തത്. അതായത് പാട്ടുകാരോട് നമുക്ക് യാതൊരു ആദരവും കൊടുക്കുന്നില്ല, പക്ഷെ നമ്മൾ പാട്ട് ഇഷ്ടം പോലെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. അങ്ങനെ ഒരു സ്വഭാവം പറയുന്നത് അന്നത്തെ കാലഘട്ടത്തില് നമുക്ക് കാണാൻ പറ്റില്ല, കാണാൻ അനുവദിക്കാത്ത സിനിമയാണ് അവളുടെ രാവിലെ. പക്ഷെ ആ സിനിമയുടെ ഒരു പാട്ട് നമ്മൾ ആ സിനിമയെ കുറിച്ച് എപ്പോഴും കാണാൻ ആഗ്രഹിക്കാൻ അത്ര ഇതായിട്ട് ആ സിനിമ തന്നെ ആ പാട്ടാണ്. ഞാനതങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അവളുടെ ഞാവുകൾ എന്ന് പറയുന്ന ആ ടാഗ് ലൈൻ തന്നെ ആ പാട്ടിന്റെ വരി തന്നെയാണ് അദ്ദേഹം അതിനകത്ത് എഴുതി അവസാനിപ്പിക്കുന്നത്. ആ പാട്ട് കിടക്കുന്ന സിനിമയ്ക്ക് നമ്മൾ സിനിമയിലെ കാര്യങ്ങൾ വന്നു. അതുപോലെ തന്നെ അതിന്റെ പ്രാസം വളരെ രസമായിട്ട് ഉപയോഗിക്കുന്നത്. രാഗിയും ദുഃഖിരണങ്ങൾ, അത് ഭയങ്കര ആ വാക്കുകളുടെ മ്യൂസിക് ഈ സൂക്ഷ്മ നിരീക്ഷണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാനൊരു പാട്ടിന്റെ ഓർമ്മയുണ്ട്, വലംപിരി ശങ്കിനാണ് തീർത്ഥം കൊടുക്കുന്നത്. അപ്പൊ സാധാരണ ശംഖ് എന്റെയൊക്കെ ഒരു കൺസെപ്റ്റില് ശംഖ് ഊതാൻ മാത്രം ഉപയോഗിക്കുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ ഈ തീർത്ഥം കൊടുക്കുന്നത്, ക്ഷേത്രങ്ങളിൽ തീർത്ഥം കൊടുക്കുന്നത് വലംപിരി ശങ്കിലാണ്. അത് പുണ്യനദിയെ വൈകിയാലും, അപ്പൊ വൈകിയാലും വെള്ളത്തിന് പകരം അദ്ദേഹം തുളസി തീർത്ഥം എന്നാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ സൂക്ഷ്മ നിരീക്ഷണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ടീച്ചറെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ അതെ. ഈ വലംപിരി ശങ്കിന്റെ ഇതിനെ ഭക്തിയുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നത് യേശുദാസ് അല്ലേ യേശുദാസ് പറയുന്നത് വസന്തഗീതം. അപ്പോ ഈ റിച്വൽസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം നന്നായി നിരീക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, അത് ഞാനിങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ വാക്കുകൾ ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് എടുത്തിട്ട് അദ്ദേഹം കുറെ വാക്കുകൾ ചെയ്തിട്ട് അദ്ദേഹം തന്നെ കുറെ സിനിമകളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനെ കണ്ടതിൽ നിന്ന് എടുത്തിട്ട് അത് ഇതിൽ ഉപയോഗിച്ചതായിട്ട് അദ്ദേഹം കുറെ സ്ഥലത്ത് പറഞ്ഞു. വലംപിരിശിംഗ് അങ്ങനത്തെ ചുറ്റമ്പലത്തിന്റെ ചുവർ ചിത്രം എന്ന് പറയുന്നത്. ചുറ്റമ്പലങ്ങളിൽ ഈ ചുവർ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ അമ്പലങ്ങളിലൊക്കെ, അപ്പൊ അത് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് അതിനകത്ത്. ചുരിദാറാണ് പെട്ടെന്ന് ചോദിക്കുന്നത്. പച്ചപ്പ് അല്ലെങ്കിൽ കായല് വെള്ളം എന്നൊക്കെ
രണ്ട് ചിത്രങ്ങൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഒന്ന് തച്ചിലേടത്ത് ചുണ്ടൻ, തച്ചിലേടത്ത് ചുണ്ടനും അതുപോലെ ചമ്പക്കുളം തച്ചൻ. ഈ അതിൽ തച്ചിലേടത്ത് ചുണ്ടനിൽ തന്നെ വളരെ നാടൻ പ്രയോഗങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. മലയോന്തിന് ചായ മടിക്കുന്നേ എന്ന് പറഞ്ഞത്, അതുപോലെ കുറെ നാടൻ പ്രയോഗങ്ങൾ അദ്ദേഹത്തിന് പാട്ടുകൾ ഒരുപാട് ഗ്രാമ്യ ഭാഷ അദ്ദേഹം ഈ രണ്ട് പടങ്ങൾ ചമ്പക്കുളം തച്ചനും അതുപോലെ ഇത് കുട്ടനാടിന്റെ ഭംഗികളെ പച്ചപ്പും മുഴുവനും കാണിക്കുന്ന സിനിമകളാണ്. അത് ശരിക്കും കടുവായി കിടുവ പിടിക്കുന്നേ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്രയോഗമാണല്ലോ, നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഈ നമ്മളുടെ നാട്ടുവഴക്കങ്ങളിൽ ഒന്നാണ് കടുവായി കിടുവ പിടിച്ചല്ലോ എന്ന് പറയുന്നത്. അത് രസമായിട്ട് പാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇങ്ങനെ കുറെ വാക്കുകൾ മലയോന്തിന് ചായ മലയോന്തിനെ കുറച്ചുകൂടെ കൂടുതൽ അതിനേക്കാൾ കാപ്പട്ടിയുള്ള മനുഷ്യരുണ്ട്. അത് നമ്മുടെ നാട്ടിൽ എപ്പോഴും പറയുന്നത് അതിന് ചായ അടിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. ഒരു കാര്യം കൂടെ, ഒരു പാട്ട് ഈ ചർച്ചയിൽ വന്നില്ലെങ്കിൽ ആൾക്കാര് വഴക്കുറയും. 7 സ്വരങ്ങൾ, എത്രത്തോളം ഭംഗിയുള്ളൊരു പാട്ട്, സുന്ദരമായ ഒരു പാട്ടില്ല ഇത്ര പാട്ട്. സംഗീതം വന്നില്ലേ, സംഗീതത്തെ കുറിച്ച് ഒരു സംഗീതജ്ഞൻ എഴുതുന്ന ഒരു പാട്ട് എന്നുള്ള രീതിയിൽ അത്രത്തോളം ഫീലുള്ള ഒരു പാട്ടാണ് 7 സ്വരങ്ങൾ. അങ്ങനെ ഒറ്റക്കമ്പി 2 പാട്ടുകൾ. 7 സ്വരങ്ങൾ കുറച്ചുകൂടെ 7 സ്വരങ്ങൾ കുറച്ചും കൂടി ഒരു സംഗീത ഭംഗി കൂടിയാണ്. ആ സംഗീതത്തിന്റെ സൗന്ദര്യം അത് ചിലപ്പോൾ അത് വളരെ എനിക്ക് തോന്നിയിട്ടുള്ള ചില വിരോധാഭാസങ്ങൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. പാട്ടിന്റെ ഫീൽ വേറെ ഒന്നാണ്. ടീച്ചർ ആസ്വദിച്ചിട്ടുള്ള ഒരാളാണ് ആ പാട്ട് പാടിയിട്ടുള്ള ടീച്ചർ പാടാറുണ്ട്. പാടുന്ന ആൾക്കാരല്ലാതെ നമ്മള് പാട്ട് കേട്ടാൽ മതിയല്ലോ. എനിക്ക് പിന്നെ പറയാനുള്ള 2 പാട്ടുകൾ, അതായത് സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാങ്ങി, പിന്നെ പ്രായം നമ്മിൽ മോഹം നൽകി. 2 പാട്ടുകൾ എടുത്ത് നോക്കിയാൽ ഇത് ഈ സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാങ്ങി പറയുന്ന ഒരു ഓട്ടോറിക്ഷയെ കുറിച്ചിട്ട് പറയുന്ന ഒരു പാട്ടാണ്. എന്ന് ആലോചിച്ച് നോക്കിയത്. അത് പുള്ളിയുടെ ഒരു ഭാവനതയൊക്കെ ഓട്ടോറിക്ഷ അങ്ങനെ വളരെ ഹിറ്റാണ്. നമ്മളെ ഒരിക്കലും ഭാവന ചെയ്യില്ലല്ലോ. എനിക്ക് തോന്നുന്നു അതിനുശേഷം കേരളത്തിലെ ഓട്ടോറിക്ഷകളുടെ പേര് തന്നെ മാറി. സുന്ദരി ഒരു പാട്ടുണ്ടാക്കിയ ഇൻഫ്ലുവൻസ് ആണ്. അതുപോലെ ഈ പ്രായം നമ്മിൽ മോഹം നൽകി എന്നുള്ള പാട്ടും ഇപ്പോഴും ഭയങ്കര സൂപ്പർ ഹിറ്റാണ്. ടീച്ചറെ 35 സിനിമകൾക്കോളം 10 വർഷത്തോളം കണ്ടിന്യൂസ് ഒരു വർഷത്തില് അദ്ദേഹം പാട്ട് ചെയ്തിട്ടുണ്ട്. ഏറെക്കുറെ സംഗീതത്തില് നീരാടിയും ജീവിതം. ടീച്ചർ 2 അവാർഡുകൾ കിട്ടിയിട്ടുള്ളൂ. ഒന്ന് 82-ലും ഒന്ന് 2ാമത്തെ പാട്ട് കടിഞ്ഞൂർ കല്യാണ സിനിമയിലാണ് കിട്ടിയത്. അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്? ഇല്ല, തീർച്ചയായിട്ടില്ല. പക്ഷെ അദ്ദേഹം പാട്ടിലൂടെ ചിരഞ്ജീവിയാണ് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴും ഇവിടെ ഇരുന്ന് ആ പാട്ടുകൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ കാര്യം. സാധാരണ ജനങ്ങളുടെ മനസ്സിൽ വിച്ചു തിരുന്നലുണ്ട്. ഒരു പക്ഷെ അവാർഡുകളോ ബഹുമതി പത്രങ്ങളോ ഇതൊന്നും ഒരു സ്ഥലത്ത് നിന്ന് ആരും കൊടുത്തില്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹമുണ്ട്. ജനങ്ങൾക്ക് ഒരു പക്ഷെ പേര് ഇന്ന പാട്ട് ഇന്ന ആളുടേതാണെന്ന് ചിലപ്പോൾ ഒരു പക്ഷെ ഏറ്റവും ചില ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അപ്പോൾ പോലും പാട്ട് നാവിലുണ്ട് എന്നുള്ളതാണ്. അതായത് ടീച്ചർ പറഞ്ഞു മധുരക്കിനാവിൽ പാടുമ്പോൾ പേര് പറഞ്ഞില്ലെങ്കിലും ആ പാട്ട് റെക്കഗ്നീഷൻ വേണ്ടതാണ്. ഇപ്പൊ ഒരാൾ എഴുതുന്നതിന് അയാൾക്ക് അംഗീകാരം കിട്ടിയേ പറ്റൂ. പക്ഷെ ഈ ജനപ്രിയ സാധനങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ജനപ്രിയമായിട്ടുള്ള എല്ലാത്തിനെയും കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉൽപാദകരെ നമ്മൾ മറന്നു പോവുകയും ആ പ്രോഡക്റ്റ് ഉൽപ്പന്നത്തെ നമ്മളിങ്ങനെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ ജനപ്രിയ സംഭവങ്ങളുടെ ഒരു സ്വഭാവമാണ്. ആ പാട്ടിലൂടെ അദ്ദേഹം ചിരഞ്ജീവിയാണ്. പാട്ട് എന്ന് നിലനിൽക്കുന്നോ അത്രത്തോളം അദ്ദേഹം ജീവിക്കുകയാണ്. അധ്യാപനങ്ങൾ 2 കാര്യങ്ങളോട് ഞാൻ ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. സാധാരണ ചില സാഹിത്യകാരന്മാരെ പറ്റി പറയാറുള്ളത്, ഈ കവികളെ കുറിച്ച് പറയാറുള്ളത്, അവരെ കവിത്വം വറ്റുമ്പോൾ അല്ലെങ്കിൽ സാഹിത്യം വറ്റുമ്പോഴാണ് സിനിമാ ഗാനങ്ങളിലേക്ക് കിടക്കുന്നത്. ഇപ്പൊ MT യെ കുറിച്ച് പലരും പറയാറുണ്ട്. MT വറ്റി കഴിഞ്ഞപ്പോഴാണ് സിനിമ തിരക്കഥയിലേക്ക് കിടന്നത്. പക്ഷെ അതുപോലെ ഈ അത്ര കവിതകളൊന്നും വിചിത്തിരമല സിനിമാ ഗാനങ്ങളിലേക്ക് പോയത് കവിതയ്ക്ക് നഷ്ടമാണെന്ന് ടീച്ചർക്ക് തോന്നുന്നുണ്ടോ? ചിലപ്പോ അദ്ദേഹം കവിത എഴുതാനാണ് ഇരുന്നതെങ്കിൽ നമുക്ക് ചലച്ചിത്രകാലത്തിൽ ഇങ്ങനെ വിചിത്രത്തിലേക്ക് കിട്ടില്ലല്ലോ. അല്ല ഇല്ല, എനിക്ക് അങ്ങനെ കവിത ശ്രേഷ്ഠം ചലച്ചിത്രകാലം മോശം ഒരിക്കലും ഇല്ല. അധ്യാപനം ശ്രേഷ്ഠമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഒരു സ്ഥലത്ത് ഞാൻ പറയില്ല. അധ്യാപനം മറ്റേതൊരു ജോലിയും പോലെ ഒരു തൊഴിലായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. എല്ലാ ജോലിയും പോലെ ഇപ്പൊ ഡോക്ടറിന്റെ ജോലിയിൽ അതിന്റെ അന്തസ്സുള്ളത് പോലെ സാധാരണക്കാരൻ ചെയ്യുന്ന ഇപ്പൊ ചെരുപ്പ് കുത്തി ചെയ്യുന്ന ജോലിക്കും അതിന്റെ അന്തസ്സുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അധ്യാപനത്തെയും അതുപോലെ തന്നെ കാണും. ഒരു മഹത്വവൽക്കരണം ചെയ്യാത്ത ഒരാളാണ് ഞാൻ. അങ്ങനത്തെ ഒരാളാണ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ വിച്ചു തിരുമലയെ നമുക്ക് കിട്ടിയ
എന്നുള്ളതിൽ ആനന്ദമുണ്ട്. അദ്ദേഹം കവിത എഴുതാതിരുന്നത് കൊണ്ട് ഒരു വലിയ കവിയെ നഷ്ടമായി, അല്ലെങ്കിൽ അദ്ദേഹം കവിത എഴുതി ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നു അങ്ങനെ ചിന്തിക്കുന്നില്ലാത്ത ഒരാളാണ്. പക്ഷെ അദ്ദേഹം അന്ന് ഇൻഡസ്ട്രിയിലെ, പ്രത്യേകിച്ചും ഈ സിനിമാ ഗാനത്തിന്റെ ഒരു, എനിക്ക് തോന്നുന്നു ഈ ചലച്ചിത്ര ഗാനത്തിൽ ഏറ്റവും അധികം കമേഴ്സ്യലൈസേഷൻ വന്ന സമയത്താണ് അദ്ദേഹം എഴുതുന്നത്. അതായത് അതുവരെ കുറച്ചുകൂടി ഒരു ഇത്രത്തോളം ഇൻഡസ്ട്രി കൊമേഴ്സ്യലൈസേഷൻ വിധേയമായിട്ടില്ല. അദ്ദേഹം വരുന്ന കാലഘട്ടത്തിലാണ്. അപ്പൊ അദ്ദേഹത്തിന് ഫുൾ ടൈം തിരക്കായിരുന്നു. അന്ന് ഫുൾ ടൈം അദ്ദേഹം പാട്ട് എഴുത്തിലായിരുന്നു. അറ്റ് എ ടൈം ഒരുപാട് സിനിമകൾക്ക് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ കവിതയിൽ അങ്ങനെ രാഗി മിനുക്കിയിരിക്കാനുള്ളൊരു ഇട ചലച്ചിത്ര ലോകം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടാവില്ല. മാത്രമല്ല അന്ന് ഈ ട്യൂണിനനുസരിച്ച് പാട്ട് എഴുതുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരാളായിരുന്നു. അത് ഇൻഡസ്ട്രി കൃത്യമായി ഉപയോഗപ്പെടുത്തി. അതാണ് പടകാളി ആദ്യം സൂചിപ്പിച്ചു. പടകാളി കുനുകുനെ രണ്ട് പാട്ടുകളും AR റഹ്മാനെ മലയാളിക്ക് ഇത്രയധികം പോപ്പുലർ ആക്കിയ ഒരാളും കൂടിയാണ് ബിജു തിരുമല എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ല, അദ്ദേഹം ചെയ്ത എനിക്കിപ്പോ വരുന്നുണ്ട്, ആടുജീവിതം വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും, അതായത് പക്ഷെ നമുക്ക് ആ പാട്ടിന്റെ AR റഹ്മാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മറ്റു തമിഴ് പാട്ടുകളെ പോലെ തന്നെ ഈ പടകാളിയും കുനുകുനിയും ഭയങ്കര ഹിറ്റല്ലേ. തമിഴ് പാട്ടുകളെ പോലെ തന്നെ ഈ പാട്ടുകൾ ഭയങ്കര ഹിറ്റാണ്. അങ്ങനെ മലയാളിക്കൊരു AR റഹ്മാൻ നമ്മുടെ സ്വന്തം ആളാണെന്ന് നമുക്ക് തോന്നി തുടങ്ങി. അങ്ങനെ കവിത എഴുതിയിരുന്നെങ്കിൽ വേറെ ഒന്നായിരുന്നിരിക്കാം ഭാവി എന്നേ വിചാരിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നഷ്ടം. രണ്ട് സർഗാത്മകത, പ്രൊഫഷണൽ ഞാൻ പറയുന്നില്ല, രണ്ട് സർഗാത്മക രീതി. ഇപ്പൊ കവിത ഒരു സർഗാത്മക രീതിയാണ്. ചലച്ചിത്രം നമുക്ക് എഴുതാൻ പറ്റുമോ? ഇങ്ങനെ ചലച്ചിത്രമാണ് ഒരിക്കലും എഴുതാൻ പറ്റില്ല. നമ്മൾക്ക് ഒരാൾ നമ്മളോട് ട്യൂൺ പറയാണ് വേഗം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും. ഞാൻ പറയുന്ന കാരണം നേരത്തെ ഞാൻ ഏറ്റവും കൂടുതൽ പദാവലി വെച്ച് ചതുലമായി എഴുതുന്ന ഒരാളാണ്, ഏറ്റവും പെട്ടെന്ന് എഴുതുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞു നമുക്ക് പറ്റുമോ? അപ്പൊ അതൊരു ടാലന്റാണ്. അതിലൊരു മോശമാണ് എനിക്ക് അങ്ങനെ പെട്ടെന്ന് പാട്ട് എഴുതുന്നത് കൊണ്ട് അയാൾ മോശക്കാരനാണെന്ന് എനിക്ക് തോന്നലില്ല. അത് അയാളുടെ ടാലന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാന ചോദ്യം, ഏതൊരു ചർച്ച കഴിയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ചർച്ച വിശ്വാസനെ മാറ്റിയെത്താൻ പറ്റില്ല. ഒരു പാട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, സംഗീതം ഭൂവിൽ നല്ല ജീവിതം. അത് അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, യേശുദാസ് ഒരു കേരളം പോലുള്ള കൊച്ചിയിലെ ചെറിയ വീട്ടിൽ ജനിച്ച മനുഷ്യൻ ആഗോളം ഇതിലേക്ക് കയറുക എന്നത് അത് സംഗീതത്തിന്റെ പ്രത്യേകതയാണ്, അത് ആ മനുഷ്യന്റെ പ്രത്യേകതയാണ്. എത്രത്തോളം ഈ ബിച്ചു തിരുമലയുടെ പാട്ടുകളെ യേശുദാസ് എത്രത്തോളം അത് മധുരമാക്കിയിട്ടുണ്ട് നമുക്ക് ദേശവും ഭാഷയും കാലവും മനുഷ്യനും ഒക്കെ ഭേദമില്ലാതെ നമ്മളെ കൂട്ടിയെടുക്കുന്ന ഒരേ ഒരു സാധനമാണ് സംഗീതം. നമുക്ക് ബാക്കി എല്ലാത്തിനും നമുക്കിപ്പോ ദേശം വെച്ചിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത്, മതം അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും തിരിയാതെ ഒന്നുള്ളതാണ് സംഗീതം. അപ്പൊ അതിൽ ഏറ്റവും ഈ സംഗീതത്തിൽ നമ്മളെ ഏറ്റവും അധികം നമ്മളുടെ ഒരു ജനറേഷനെ മുഴുവൻ കൊണ്ട് നടന്ന ഒരാളാണ് യേശുദാസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ രാവ് തുടങ്ങുന്നതും നമ്മുടെ പകല് തുടങ്ങുന്നതും രാവ് അവസാനിപ്പിക്കുന്നതും ഒരു സമയത്ത് ആകാശവാണി യേശുദാസായിരുന്നു. യേശുദാസായിരുന്നു ഏറ്റവും കൂടുതൽ. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ മോശക്കാരായിട്ട് അല്ലെങ്കിൽ അവർക്ക് പാട്ടുകൾ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ മലയാളി അങ്ങനെ യേശുദാസ് എനിക്ക് വ്യക്തിപരമായി യേശുദാസിനേക്കാൾ ഇഷ്ടമുള്ള ആള് ജയചന്ദ്രനാണ്. ജയചന്ദ്രന്റെ ശബ്ദമാണ് എനിക്ക് വ്യക്തിപരമായി ഇഷ്ടം. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് യേശുദാസിനെ ആയിരിക്കും, ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ബിച്ചു തിരുമലയെ പോലെ ഉള്ള ഒരാള് യേശുദാസിനെ പോലുള്ള ഒരാള് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ആരും ഉപയോഗിക്കണം. അദ്ദേഹം ബിച്ചു തിരുമലയ്ക്ക് അദ്ദേഹത്തെ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആരും ഉപയോഗിക്കണം. അവിടെയും എല്ലാവരും പറയുന്ന പോലെ ഒരു യേശുദാസുള്ള സൗഹൃദം അവരെ വിളിച്ചത് അതുപോലും ബിച്ചു തിരുമല പറഞ്ഞിട്ടില്ല. അതെ അതെ, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരു സൗഹൃദം പോലും അത്രയും വലിയതായിട്ട്. അതാണ് സിംപ്ലിസിറ്റി ആയിരുന്നു ആ മനുഷ്യന്റെ ഏറ്റവും വലിയ വിനയമായിരുന്നു ഏറ്റവും വലിയ. പ്രിയപ്പെട്ടവര്, ബിച്ചു തിരുമല മരിച്ചപ്പം ബിച്ചു തിരുമല കുടുംബാംഗങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ശരീരം പബ്ലിക്കിൽ പൊതു പ്രദർശനം നടത്തരുത്, എന്റെ പാട്ടുകളോട് ജീവിച്ചാൽ. അത് തന്നെ എത്ര വലിയൊരു മാത്രമേ തീർച്ചയായും അത് ഏറ്റവും, കാരണം എല്ലാവരും വിചാരിക്കുന്ന എന്റെ ബോഡി അവിടെ തിരുവനന്തപുരത്തുള്ള വിജയ് ഹാളിലോ അയ്യങ്കാളി ഹാളിലൊക്കെ വെക്കണം, ഒരുപാട് കാര്യം കാണണം. സ്വപ്നം കണ്ടിട്ട് തന്നെ പലരും മരിക്കുന്നു. പ്രാഞ്ചേട്ടൻ സിനിമയിലൊക്കെ പല പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആഗ്രഹിക്കാതെ ഒരു മനുഷ്യൻ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അദ്ദേഹം പറയുന്നു, ഇപ്പം അനുഭവ ടീച്ചർ പറഞ്ഞ പോലെ പാട്ടുകളോട് ജീവിക്കുക. ആ പാട്ടുകൾ മതി. അവിടെ വിചിത്രങ്ങളെ പറഞ്ഞില്ലെങ്കിൽ പേര് ഓർത്തില്ലെങ്കിൽ ആ പാട്ടുകൾ ജീവിക്കുന്നു. അതന്നെയല്ലേ ടീച്ചർ? എനിക്കും ടീച്ചർ അവസാനം അതെ, എനിക്കും
എല്ലാ മലയാളികളെയും പോലെ നമ്മളും ഹൃദയത്തിൽ വെക്കുന്ന ഒരു പേരാണ് ബിച്ചു തിരുമല എന്നുള്ളത്. അദ്ദേഹം ഒരു പക്ഷേ കച്ചവട സിനിമയുടെ ഭാഗമായിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്തതോ അല്ലെങ്കിൽ നമ്മളെ പെട്ടെന്ന് നമ്മളെ സ്വാധീനിക്കാത്തതായിട്ടുള്ള ചില ജോലികൾ അല്ലെങ്കിൽ ചില പാട്ടുകൾ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ അപ്പോൾ പോലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമുക്ക് എന്നും സൂക്ഷിക്കാൻ പറ്റുന്ന, നമ്മളെപ്പോഴും ആലപിച്ചുകൊണ്ട് ഇരിക്കുന്ന, അത് ഒരു സംഗീതവേദിയിൽ മാത്രം പാടുകയല്ല, ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് പാടും, കുളിമുറിയിൽ ഇരുന്ന് പാടും, സ്റ്റഡി ടേബിളിന്റെ അടുത്തിരുന്ന് പാടും, യാത്രയിൽ പാടും. ഇത്രയധികം നമ്മുടെ ഉള്ളിൽ നമ്മുടെ സ്വന്തം എന്നുള്ള രീതിയിൽ ഒരാൾ പോകുന്നതല്ലേ നമുക്ക് ഏറ്റവും അതിന്റെ ഒരു മഹത്വം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളെന്നുള്ള രീതിയിൽ വെച്ചിട്ടിരുന്ന ഇനിയും കാലങ്ങളോളം ജീവിക്കും. നമ്മൾ കേൾക്കുന്ന പാട്ടുകളിലൂടെ, നമ്മൾ പാടുന്ന പാട്ടുകളിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ സ്മരിക്കുമെന്ന് ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ അദ്ദേഹത്തെ നിത്യ ഹരിതമാക്കും എന്ന് നിത്യഹരിതമായിട്ട് പാട്ടുകൾക്കും. പ്രിയപ്പെട്ടവര്, അനിപ്പാപ്പച്ചൻ ടീച്ചറെ ഇത്രയും നേരം നമ്മൾ ബിജു തിരുമലയെ കുറിച്ച് പറഞ്ഞു. ടീച്ചറെ അന്വേഷിച്ച് ഞാൻ കുറെ കാലമായിട്ട് നടക്കണം. 90കളിലെ ബിജു തിരുമലയുടെ പോലെ തന്നെയാണ് ടീച്ചറും. വളരെ തിരക്കാണ്. ആ ഒരു പാട്ടിൽ പറഞ്ഞത് തെന്നിപ്പറന്നു. അതുപോലെ പല ദിവസങ്ങളായി തെന്നിപ്പറന്ന് നടക്കാണ്. അവസാനം രാവിലെ ഞാൻ പിടിച്ചു, കുരുക്കിട്ടനെ പിടിച്ചു, ഇവിടെ കോളേജിൽ ചെന്ന് ടീച്ചറെ പിടിച്ചു. അപ്പൊ ടീച്ചർ ഒരുപാട് നന്ദി. നന്ദി രാജേഷ്. രാജേഷിനെ കാണാൻ സാധിച്ചതിലും രാജേഷിനോട് സംസാരിക്കാൻ സാധിച്ചതിലും സന്തോഷം.